നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ഇസ്രായേൽ വ്യോമാക്രമണത്തിന് പിന്നാലെ ഖത്തർ തലസ്ഥാനമായ ദോഹ സന്ദർശിച്ച UAE പ്രസിഡന്റ്. അക്രമത്തെ അപലപിച്ചും ഖത്തറിന് പിന്തുണ നൽകിയും ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ. തിരിച്ചടിക്ക് സജ്ജമെന്ന് ഖത്തർ, നെതന്യാഹുവിൻ്റെ മാത്രം തീരുമാനമെന്ന് ഡൊണാൾഡ് ട്രംപ്. ആശങ്കയിൽ ഇന്ത്യ. നേപ്പാളിൽ തന്ത്രപ്രധാന മേഖലകളുടെ നിയന്ത്രണം ഏറ്റെടുത്ത സൈന്യം. കാഠ്മണ്ഡു വിമാനത്താവളം തുറന്നു. പ്രക്ഷോഭകാരികൾ ആയുധം താഴെ വയ്ക്കണമെന്ന് മുന്നറിയിപ്പ്. തുടരുന്ന അക്രമ സംഭവങ്ങളിൽ പങ്കില്ലെന്ന് ജെയിൻസി നേതാക്കൾ. ഇടക്കാല സർക്കാരിനായി ഊർജിത ശ്രമം. ജാഗ്രതയോടെ സൈന്യം. ഇന്ത്യ US വ്യാപാര ചർച്ചകൾക്ക് വീണ്ടും വഴിതെളിയുന്നു. ഇന്ത്യൻ സംഘം അമേരിക്കയിലേക്ക് പോയേക്കും. സുഹൃത്തായ മോദിയുമായി ഉടൻ സംസാരിക്കുമെന്നും ധാരണയിലെത്താൻ ബുദ്ധിമുട്ടുണ്ടാകില്ല എന്നും ട്രംപ്. പ്രസ്താവനയെ സ്വാഗതം ചെയ്ത് നരേന്ദ്രമോദി. CPI സംസ്ഥാന സമ്മേളന പ്രവർത്തന റിപ്പോർട്ടിൽ സർക്കാരിന് വിമർശനം. മദ്യനയത്തിലെ നിലപാട് തെറ്റെന്ന് CPI. പ്രാമുഖ്യം വിദേശ മദ്യമേഖലയ്ക്കെന്നും വിമർശനം. അടിസ്ഥാന ജനവിഭാഗങ്ങളെയും കർഷകരെയും പരിഗണിച്ചില്ല. കൃഷിമന്ത്രിക്കും വിമർശനം. ശബരിമലയിലെ സ്വർണ്ണപ്പാളി ചെന്നൈയിലേക്ക് കൊണ്ടുപോയതിൽ ദേവസ്വം ബോർഡിന് ഹൈക്കോടതിയുടെ വിമർശനം. മുൻകൂർ അനുമതി വാങ്ങാത്തതെന്തെന്ന് ചോദ്യം. സ്വർണ്ണപ്പാളി എത്രയും പെട്ടെന്ന് തിരിച്ചെത്തിക്കണമെന്നും നിർദ്ദേശം. ആഗോള അയ്യപ്പ സംഗമത്തിൽ സർക്കാരിൻ്റെ റോൾ എന്തെന്നും ധനസമാഹരണത്തിൽ വ്യക്തതയില്ലെന്നും ഹൈക്കോടതി. തുക സ്പോൺസർഷിപ്പിലൂടെ സമാഹരിക്കുമെന്ന് സർക്കാരിൻ്റെ മറുപടി. ഇസ്രായേലിൻ്റെ വ്യോമാക്രമണത്തിന് പിന്നാലെ ദോഹയിൽ സന്ദർശനം നടത്തി UAE പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഉന്നത ഭരണ നേതൃത്വം. ഖത്തറിന് പിന്തുണ നൽകിയ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ ആക്രമണത്തെ അപലപിച്ചു. അതേസമയം തിരിച്ചടിക്ക് സജ്ജമെന്ന നിലപാടിലാണ് ഖത്തർ. അറിഞ്ഞപ്പോൾ വൈകിയെന്നും നെതന്യാഹുവിൻ്റെ മാത്രം തീരുമാനമെന്നും വിശദീകരിച്ചാണ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നത്. സംഘർഷം രൂക്ഷമാകുമോ എന്ന ആശങ്കയിലാണ് ഇന്ത്യയും. ഖത്തറിലുള്ള ഹമാസ് നേതാക്കളെ ലക്ഷ്യം വെച്ച് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിന് പിന്നാലെയാണ് UAE പ്രസിഡന്റിന്റെ സന്ദർശനം. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ഉൾപ്പെടെ ഉന്നത ഭരണ നേതൃത്വമാണ് ഖത്തർ തലസ്ഥാനമായ ദോഹയിലെത്തിയത്. ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി വിമാനത്താവളത്തിൽ നേരിട്ടെത്തി UAE പ്രസിഡന്റിനെയും സംഘത്തെയും സ്വീകരിച്ചു. സാഹോദര്യ സന്ദർശനമെന്നാണ് UAE ഔദ്യോഗിക മാധ്യമം വാം ഈ നീക്കത്തെ വിശേഷിപ്പിച്ചത്. UAE ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ദുബായ് കിരീടാവകാശിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം, അബുദാബി ഉപഭരണാധികാരിയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവുമായ ഷെയ്ഖ് താനൂൻ ബിൻ സായിദ് അൽ നഹ്യാൻ ഉൾപ്പെടെയുള്ള ഉന്നതതല ഭരണ നേതൃത്വവും UAE പ്രസിഡന്റിനോടൊപ്പം ദോഹയിലെത്തി. പരമാധികാരം, രാജ്യത്തിന്റെയും ജനങ്ങളുടെയും സുരക്ഷ എന്നിവയ്ക്കായി ഖത്തർ സ്വീകരിക്കുന്ന എല്ലാ നടപടികൾക്കും ഉറച്ച പിന്തുണയുണ്ടാകുമെന്ന് ഖത്തർ അമീറുമായുള്ള കൂടിക്കാഴ്ചയിൽ UAE പ്രസിഡന്റ് വ്യക്തമാക്കി. ഇസ്രായേൽ ആക്രമണം അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മേഖലയിൽ സമാധാനവും സ്ഥിരതയും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയുടെ ശ്രമങ്ങളെയും ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് പ്രശംസിച്ചു. ചൊവ്വാഴ്ച ഇസ്രായേലിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഖത്തർ ആഭ്യന്തര സുരക്ഷാ സേനയായ ലക്വിയയിലെ ഓഫീസർ ഉൾപ്പെടെ 6 പേരാണ് കൊല്ലപ്പെട്ടത്. ഹമാസ് നേതാവ് ഖലീൽ അൽ ഹയ്യയുടെ മകൻ ഉൾപ്പെടെ ഹമാസ് അംഗങ്ങളും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം തിരിച്ചടിക്ക് സജ്ജമെന്ന് ഖത്തർ പ്രതികരിച്ചു. അറിഞ്ഞപ്പോൾ വൈകിയെന്നും നെതന്യാഹുവിന്റെ മാത്രം തീരുമാനമെന്നുമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിലപാട്. ഖത്തറിലെ ഇന്ത്യക്കാർക്ക് ജാഗ്രത വേണമെന്ന മുന്നറിയിപ്പ് നൽകിയ കേന്ദ്ര സർക്കാർ സംഘർഷം രൂക്ഷമാകുമോ എന്ന ആശങ്കയിലുമാണ്. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിൽ ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിനെതിരെ ഖത്തറിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ അഹമ്മദ് അൽ ത്യാനിയുമായി ഫോൺ സംഭാഷണം നടത്തി. ഖത്തറിൻ്റെ സുരക്ഷയും പരമാധികാരവും സംരക്ഷിക്കാൻ സ്വീകരിക്കുന്ന എല്ലാ നടപടികളെയും സൗദി അറേബ്യ പിന്തുണയ്ക്കുമെന്ന് കിരീടാവകാശി വ്യക്തമാക്കി. ഇസ്രായേലിൻ്റെ ആക്രമണത്തെ ക്രിമിനൽ പ്രവൃത്തിയും അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനവുമെന്ന് വിശേഷിപ്പിച്ച സൗദി കിരീടാവകാശി ശക്തമായി അപലപിച്ചു. നേപ്പാൾ സാധാരണഗതിയിലേക്ക് മടങ്ങിവരുന്നു. ജെയിൻസി പ്രക്ഷോഭം ശമിച്ചുവെങ്കിലും സൈന്യം കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പ്രക്ഷോഭകാരികൾ ആയുധം താഴെ വയ്ക്കണമെന്ന് സൈന്യം ആവശ്യപ്പെട്ടു. ഇടക്കാല സർക്കാരിനായി ഊർജിത ശ്രമം നടക്കുകയാണ്. അതുവരെ കാര്യങ്ങൾ സൈന്യത്തിൻ്റെ നിയന്ത്രണത്തിൽ ആയിരിക്കും.
രാഷ്ട്രീയ നേതാക്കളും തന്ത്രപ്രധാന കെട്ടിടങ്ങളും ആക്രമിക്കപ്പെട്ടതോടെയാണ് കർഫ്യൂ പ്രഖ്യാപിക്കാൻ സൈന്യം നിർബന്ധിതരായത്. അവശ്യ സർവീസുകളെ മാത്രമാണ് കർഫ്യൂവിൽ നിന്ന് ഒഴിവാക്കിയത്. നാളെ രാവിലെ 6 മണിവരെ കർഫ്യൂ തുടരും. കലാപത്തിൽ ഇതുവരെ 22 പേരാണ് മരിച്ചത്. നഗര കേന്ദ്രീകൃത മേഖലകളെല്ലാം സൈന്യം ഏറ്റെടുത്തു. പ്രക്ഷോഭകാരികൾ ആക്രമിച്ച പാർലമെന്റ്, സുപ്രീം കോടതി അടക്കമുള്ള സർക്കാർ കെട്ടിടങ്ങൾക്ക് സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കാഠ്മണ്ഡു ത്രിഭുവൻ വിമാനത്താവളം അടച്ചുവെങ്കിലും പിന്നീട് തുറന്നു. നേപ്പാളിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ ചർച്ച വേണമെന്നാണ് സൈന്യത്തിന്റെ ആവശ്യം. പ്രതിഷേധക്കാർ ശാന്തരാകണമെന്ന് കരസേനാ മേധാവി ആവശ്യപ്പെട്ടു. പ്രക്ഷോഭം നിർത്തിവെച്ച് ചർച്ചകൾക്ക് തയ്യാറാകണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി രാജിവെച്ചതോടെ രാഷ്ട്രീയ അനിശ്ചിതത്വത്തിലാണ് നേപ്പാൾ. ജൻസിക്ക് പ്രിയങ്കരനായ കാഠ്മണ്ഡ് മേയർ ബാലേന്ദ്ര ഷാ ഇടക്കാല പ്രധാനമന്ത്രിയാകാനാണ് സാധ്യത കൂടുതൽ. ഇന്റർനാഷണൽ ഡെസ്ക്, അമൃത TV. ഇന്ത്യ അമേരിക്ക വ്യാപാര ചർച്ചകൾ ഉടൻ തുടങ്ങുമെന്നാണ് സൂചന. വ്യാപാര ചർച്ചകൾ എത്രയും വേഗം പൂർത്തിയാക്കാൻ ശ്രമമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. സുഹൃത്തായ മോദിയുമായി ഉടൻ സംസാരിക്കുമെന്നും ധാരണയിലെത്താൻ ബുദ്ധിമുട്ടുണ്ടാകില്ലെന്നുമുള്ള ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് പ്രധാനമന്ത്രിയുടെ പ്രതികരണം. അമേരിക്കയുമായുള്ള വ്യാപാര ചർച്ചകൾ ഇന്ത്യ അടുത്ത ആഴ്ച വീണ്ടും തുടങ്ങുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഇന്ത്യൻ സംഘം അമേരിക്കയിലേക്ക് പോകുമെന്നും സൂചനയുണ്ട്. തീരുവ വിഷയത്തിൽ ഇന്ത്യ-US പ്രശ്നങ്ങൾ തുടരുന്നതിനിടെയാണ് ട്രംപ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇന്ത്യയും US-ഉം തമ്മിലുള്ള വ്യാപാര രംഗത്തെ പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിനുള്ള ചർച്ചകൾ നടക്കുന്നുവെന്ന് വ്യക്തമാക്കിയത്. ഇരു രാജ്യങ്ങൾക്കും സ്വീകാര്യമായ ഒരു അന്തിമ തീരുമാനത്തിലെത്താൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ലെന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു. ഈ പോസ്റ്റിന് പിന്നാലെ വാർത്തകൾ സ്ഥിരീകരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ട്വീറ്റ് ചെയ്തു. വ്യാപാര ചർച്ചകൾ എത്രയും വേഗം പൂർത്തിയാക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് മോദി പറഞ്ഞത്. ഇന്ത്യയും അമേരിക്കയും സ്വാഭാവിക പങ്കാളികളും അടുത്ത സുഹൃത്തുക്കളുമാണെന്നും ഇരു രാജ്യങ്ങളിലെയും ജനങ്ങളുടെ അഭിവൃദ്ധിക്കായി യോജിച്ച് നീങ്ങുമെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. ട്രംപുമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും മോദി ട്വീറ്റിൽ പറഞ്ഞു. തീരുവ വിഷയത്തിൽ രമ്യമായ പരിഹാരമുണ്ടാകാനുള്ള സാധ്യതയാണ് ഇത് കാണിക്കുന്നത്. അതേസമയം ഇന്ത്യയ്ക്കും ചൈനയ്ക്കുമെതിരെ 100% അധിക തീരുവ ചുമത്താൻ യൂറോപ്യൻ യൂണിയനോട് നേരത്തെ ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടു. റഷ്യയുമായി ഇരു രാജ്യങ്ങൾക്കുമുള്ള വ്യാപാര നയതന്ത്ര ബന്ധത്തിന് തടയിടാനുള്ള നീക്കമാണിത്. റഷ്യയ്ക്കുമേൽ സമ്മർദ്ദം ചെലുത്തി യുദ്ധത്തിൽ നിന്നും പിന്തിരിപ്പിക്കാനാണ് റഷ്യൻ എണ്ണ വാങ്ങുന്ന ഇന്ത്യയ്ക്കുമേൽ തീരുവ ചുമത്തിയതെന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക്, അമൃത TV. നേപ്പാളിലെ മലയാളി ടൂറിസ്റ്റുകളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന് കത്തയച്ചു. നേപ്പാളിലെ ഉക്രയിൽ വിനോദസഞ്ചാരത്തിനായി എത്തിയ പ്രായമായവർ അടക്കമുള്ളവർ കുടുങ്ങിക്കിടക്കുകയാണ്. ഇവരെ അടിയന്തരമായി നാട്ടിലെത്തിക്കുന്നതിനും യാത്രാ സൗകര്യം ഏർപ്പെടുത്തുന്നതിനും ഇടപെടൽ നടത്തണം. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന് കേരളത്തിന്റെ എല്ലാ പിന്തുണയും സഹകരണവും ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി കത്തിൽ ചൂണ്ടിക്കാട്ടി. മന്ത്രിമാർക്കും ജനപ്രതിനിധികൾക്കും വൈഫ് ഇൻചാർജുമാർ ഉണ്ടെന്ന പ്രസ്താവന നടത്തിയ സംസ്ഥാന നേതാവ് ബഹാവുദ്ദീൻ നഖ്വിക്കെതിരെ സംസ്ഥ മുഷറാവയിൽ വിമർശനം. സംസ്ഥ അധ്യക്ഷൻ ജിഫ്രി മുത്തുകോയ തങ്ങളും ഉമർ ഫൈസി മുഖവുമാണ് നഖ്വിക്കെതിരെ രംഗത്തെത്തിയത്. വ്യക്തിയുടെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് പരിശോധിക്കലല്ല സംസ്ഥയുടെ ജോലിയെന്നും ജിഫ്രി മുത്തുകോയ തങ്ങൾ പറഞ്ഞു. എന്നാൽ നഖ്വി വിമർശനങ്ങളോട് പ്രതികരിച്ചില്ല. കഴിഞ്ഞ ദിവസം മടവൂരിൽ നടത്തിയ പ്രസംഗത്തിലായിരുന്നു വഹാബുദ്ദീൻ നദ്വി മന്ത്രിമാർക്കും ജനപ്രതിനിധികൾക്കും വൈഫ് ഇൻചാർജുമാർ ഉണ്ടെന്ന വിവാദ പരാമർശം നടത്തിയത്. എന്നാൽ നദ്വിയുടെ പ്രസ്താവന ശരിയായില്ലെന്നും ലീഗിലെയും കോൺഗ്രസിലെയും CPM-ലെയും ഒക്കെ നേതാക്കന്മാരെ ബാധിക്കുന്നതാണ് പ്രസ്താവനയെന്നും സമസ്ത നേതാവ് ഉമർ ഫൈസി മുക്കം പറഞ്ഞു. മുഷാവറ അംഗം തെളിവില്ലാതെ കാര്യങ്ങൾ പറയരുതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മറ്റൊരാളെ പറ്റി പറയുന്ന ആരോപണങ്ങൾക്ക് വസ്തുത സത്യസന്ധമായിരിക്കണ്ടേ? പ്രത്യേകിച്ച് സമസ്ത മുഷാവറ അംഗമെന്നൊക്കെ പറയുന്നതിൽ കുറേ വാക്കിലും പ്രവൃത്തിയിലും സൂക്ഷ്മത വേണ്ടവരാണ്. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് എല്ലാ മന്ത്രിമാരും MLA-മാരും അത് മുസ്ലിം ലീഗിൻ്റെതും കമ്മ്യൂണിസ്റ്റിൻ്റെതും കോൺഗ്രസിൻ്റെ എല്ലാവരും ഇല്ലതില്ലേ, എല്ലാവരും ഒന്നിച്ചാണല്ലോ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പറയാൻ പാടില്ലല്ലോ. ബഹാവുദ്ദീൻ നദ്വിയുടെ പ്രസ്താവന തള്ളി സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുകോയ തങ്ങളും രംഗത്തെത്തി. ആരുടെയും സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് സമസ്ത അഭിപ്രായം പറയാറില്ല. വ്യക്തിയുടെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് പരിശോധിക്കലല്ല സമസ്തയുടെ ജോലിയെന്നും ജിഫ്രി മുത്തുകോയ തങ്ങൾ പറഞ്ഞു. എംപിമാരെന്ന് മാത്രമല്ല, ആര് ചെയ്യണ ഇതുപോലുള്ള സ്വകാര്യമാവുന്ന അവരുടെ ജീവിതത്തിലേക്ക് കടന്നുകൊണ്ട് പറയുക എന്നുള്ള പരിചയമൊന്നും ഞങ്ങൾക്കില്ല. ചേട്ടാ അതിനെ പറ്റി പറയണം. സമസ്ത കേരള ജമീയത്തുൽ അങ്ങനെ ഓരോരുത്തരുടെയും വ്യക്തിപരമായി അവരുടെ ജീവിതത്തിലുണ്ടാവുന്ന ദൂഷ്യവശങ്ങൾ ഇങ്ങനെ അത് പിന്നെ പരിശോധിച്ച് നടക്കുന്ന പണിയല്ലല്ലോ നമ്മൾ. മൂപ്പരോട് അതിൻ്റെ വിശദീകരണങ്ങൾ ആവശ്യപ്പെടുന്നത് നമ്മളോടല്ല ചോദിക്കേണ്ടത്. സമസ്ത 100ാം വാർഷികവുമായി ബന്ധപ്പെട്ട മുഷാവറ യോഗത്തിൽ വിഷയം ചർച്ചയായി. അംഗങ്ങളിൽ ഏറിയ പങ്കും നദ്വിയുടെ പ്രസ്താവന അനുചിതവും അനവസരത്തിൽ ഉള്ളതുമാണെന്ന് കുറ്റപ്പെടുത്തി. സമസ്തയ്ക്കുള്ളിൽ ഭിന്നത പരിഹരിക്കുന്നതിനുള്ള ഒത്തുതീർപ്പ് ചർച്ചകളുടെ പുരോഗതിയും യോഗം വിലയിരുത്തി. അമൃത ന്യൂസ്, കോഴിക്കോട്.
അയ്യപ്പ സംഗമത്തിൽ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് എന്ത് ചുമതലയാണെന്ന് ഹൈക്കോടതിയുടെ ചോദ്യം. അയ്യപ്പ സംഗമം കൊണ്ട് ശബരിമല ദേവസ്ഥാനത്തിന് എന്തെങ്കിലും വികസനം ഉദ്ദേശിക്കുന്നുണ്ടോ എന്നും കോടതി ആരാഞ്ഞു. പോലീസിനെ ഉപയോഗിച്ച് ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിച്ച ആചാര ലംഘനം നടത്തിയ ഇടതുപക്ഷ സർക്കാരിൻ്റെ പുതിയ അയ്യപ്പ ഭക്തിയെയാണ് കോടതി ചോദ്യം ചെയ്യുന്നത്. സംസ്ഥാന സർക്കാർ നടത്തുന്ന ആഗോള അയ്യപ്പ സംഗമത്തിൽ സർക്കാരിന്റെ ചുമതല എന്താണെന്നാണ് ഹൈക്കോടതിയുടെ ചോദ്യം. ആഗോള അയ്യപ്പ സംഗമം കൊണ്ട് ശബരിമലയുടെ വികസനത്തിന് എന്താണ് പ്രയോജനമെന്നും കോടതി ചോദിച്ചു. അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്ന സർക്കാരിന് ശരിയായ ഉദ്ദേശ ലക്ഷ്യം ഉണ്ടോ എന്നാണ് ഹൈക്കോടതി ചോദിക്കുന്നത്. അതോ രാഷ്ട്രീയ ലക്ഷ്യമാണോ ഉള്ളതെന്നും കോടതി പരിശോധിക്കുന്നുണ്ട്. അയ്യപ്പന്റെ പേരിൽ പണപ്പിരിവ് നടത്തുന്നത് പോലും പാടില്ല എന്ന് അയ്യപ്പ സേവാ സംഘത്തിനെ പോലും വിലക്കിക്കൊണ്ട് കോടതി ഉത്തരവുണ്ട്. ഇതിനിടെയാണ് സംസ്ഥാന സർക്കാർ ഒരു പുതിയ അയ്യപ്പ സംഗമം സംഘടിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കുവാൻ മുൻകൈയെടുത്ത ഇടതുപക്ഷ സർക്കാരിന് ഇപ്പോൾ എന്താണ് അയ്യപ്പ ഭക്തി ഉണ്ടായതെന്നാണ് കോടതി പരിശോധിക്കുന്നത്. ദേവസ്വം ബോർഡിനോ സംസ്ഥാന സർക്കാരിനോ യാതൊരു ചെലവുമില്ലെന്നും സ്പോൺസർഷിപ്പിലൂടെ വരുമാനം കണ്ടെത്തും എന്നുമാണ് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിട്ടുള്ളത്. എന്നാൽ ഇത്തരത്തിൽ ഒരു വരുമാനം അയ്യപ്പന് ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ഹൈക്കോടതി പരിശോധിക്കുന്നത്. സർക്കാരിന് പെട്ടെന്നുണ്ടായ അയ്യപ്പ ഭക്തി എന്താണെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പരിശോധിക്കുന്നു. അമൃത ന്യൂസ്, കൊച്ചി. ആഗോള അയ്യപ്പ സംഗമ വിവാദങ്ങൾക്കിടെ സമവായ ശ്രമവുമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പന്തളം കൊട്ടാരത്തിലെത്തി പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തി. അയ്യപ്പ സംഗമത്തിന് പന്തളം കൊട്ടാരത്തിന്റെ പിന്തുണ തേടിയിട്ടുണ്ട്. എന്നാൽ അടുത്ത ആഴ്ച തീരുമാനം അറിയിക്കുമെന്ന് കൊട്ടാരം പ്രതിനിധികൾ വ്യക്തമാക്കി. രാവിലെ പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റും 2 ബോർഡംഗങ്ങളും പന്തളം കൊട്ടാരം പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തിയത്. പന്തളം കൊട്ടാരവുമായി മുൻകാലങ്ങളിലും ഇപ്പോഴും നല്ല ബന്ധമാണ് ഉള്ളത് എന്നും ഈ മാസം 20-ന് പമ്പയിൽ നടക്കുന്ന അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്നതിന് പന്തളം രാജകുടുംബത്തെ ക്ഷണിക്കാനായാണ് സന്ദർശനമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു. അവർ ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം തന്നെ പൂർണ്ണമായ പിന്തുണ നമുക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റു കാര്യങ്ങൾ അവർ കൂടിയാലോചിച്ച് പറയുമെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പന്തളത്ത് സംഘടിപ്പിക്കുന്ന ശബരിമല രക്ഷാസംഗമം സംബന്ധിച്ച മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി ഒരു ജനാധിപത്യ രാജ്യത്ത് അത്തരത്തിലൊരു സംഗമം സംഘടിപ്പിക്കാൻ അവർക്ക് അവകാശമുണ്ടെന്നും അവർ അത് നടത്തുകയോ നടത്താതിരിക്കുകയോ ചെയ്യട്ടോ എന്നും PS പ്രശാന്ത് പറഞ്ഞു. അതേസമയം 20-ന് പമ്പയിൽ നടക്കുന്ന സംഗമത്തിലും 22-ന് പന്തളത്ത് നടക്കുന്ന സംഗമത്തിലും പങ്കെടുക്കുന്നത് സംബന്ധിച്ച് പന്തളം കൊട്ടാരം ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല. പന്തളം വലിയ തമ്പുരാനുമായും രാജകുടുംബാംഗങ്ങളുമായി കൂടിയാലോചിച്ച് അടുത്ത ആഴ്ച തീരുമാനമെടുക്കുമെന്നും പന്തളം കൊട്ടാരം പ്രതിനിധി MRS വർമ്മ പറഞ്ഞു. വലിയ തമ്പുരാനുമായിട്ട് കണ്ടിട്ട് നമ്മുടെ കുടുംബാംഗങ്ങളുമായിട്ടൊരു മീറ്റിങ്ങും ചർച്ചയും നടത്തിയതിന് ശേഷമേ നമ്മുടെ നിലപാടുകൾ അടുത്ത ആഴ്ചയോടുകൂടി നമ്മൾ സ്വീകരിക്കുകയുള്ളൂ. ദേവസ്വം ബോർഡുമായിട്ട് നമ്മൾ നല്ല ബന്ധത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ശബരിമലയിലെ യുവതീ പ്രവേശന കാലത്തെ കേസുകൾ പിൻവലിക്കാത്തതാണ് പന്തളം കൊട്ടാരത്തിന്റെ അതൃപ്തിക്ക് പിന്നിൽ. വിഷയത്തിൽ പന്തളം കൊട്ടാരത്തിന്റെ അതൃപ്തി ബന്ധപ്പെട്ടവരെ അറിയിക്കുമെന്ന് PS പ്രശാന്ത് അറിയിച്ചു. അമൃത ന്യൂസ്, പത്തനംതിട്ട. സ്വർണ്ണവിലയിൽ ഇന്നും കുതിപ്പ് തുടരുന്നു. ഗ്രാമിന് 10,130 രൂപയും ഒരു പവൻ സ്വർണ്ണത്തിന് 81,040 രൂപയുമായി 160 രൂപയാണ് ഇന്ന് കൂടിയത്. സ്വർണ്ണവില ഓരോ ദിവസവും റെക്കോർഡുകൾ ഭേദിക്കുകയാണ്. 1 ഗ്രാം സ്വർണത്തിൻ്റെ വില 10,000 രൂപയെന്ന നാഴികക്കല്ല് കഴിഞ്ഞ ദിവസം ഭേദിച്ച സ്വർണം ആ കുതിപ്പിൻ്റെ വേഗം കുറയ്ക്കുന്നില്ല. ഒരു പവൻ്റെ ആഭരണം വാങ്ങാൻ ഇന്ന് കുറഞ്ഞത് 87,530 രൂപ നൽകണം. 3% GSTയും 53 രൂപ ഹോൾമാർക്ക് ചാർജും ഏറ്റവും കുറഞ്ഞ 5% പണിക്കൂലിയും ചേർത്തുള്ള വിൽപ്പന തുകയാണിത്. അന്താരാഷ്ട്ര വിലയിൽ ഒരു ചെറിയ കുറവ് വന്നാൽ പോലും കൂടുതൽ നിക്ഷേപകർ സ്വർണത്തിലേക്ക് എത്തുന്നതാണ് വീണ്ടുമുള്ള വിലവർദ്ധനവിന് കാരണമെന്ന് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S അബ്ദുൽ നാസർ വിലയിരുത്തുന്നു. 3 വർഷത്തിനുള്ളിൽ 10,000 രൂപ കടന്ന് ഇരട്ടിക്കും മുകളിലാണ് ഇന്ന് സ്വർണത്തിന്റെ വില. ഭൗമരാഷ്ട്ര സംഘർഷങ്ങൾ, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് നിരക്ക് വർധനവ്, ഫെഡറൽ റിസർവിന്റെ പലിശ നിരക്ക് കുറയ്ക്കുമെന്നുള്ള സൂചനകൾ തുടങ്ങിയ കാരണങ്ങളെല്ലാം സ്വർണത്തിൽ നിക്ഷേപിക്കുന്നതിന് ഉപഭോക്താക്കളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നതാണ് സ്വർണ്ണവില വർധനവിന് കാരണം. അതോടൊപ്പം തന്നെ ഓൺലൈൻ ട്രേഡിംഗ് നടത്തുന്നവർ ഹോൾഡ് ചെയ്യുന്നതാണ് സ്വർണ്ണവില വർധനവിന്റെ മറ്റൊരു കാരണം. അന്താരാഷ്ട്ര സ്വർണ്ണവില $3,640 രൂപയുടെ വിനിമയ നിരക്ക് 88.15 അന്താരാഷ്ട്ര സ്വർണ്ണവില ഇന്നലത്തേതിനേക്കാൾ $5 കുറവ് വന്നിട്ടുണ്ടെങ്കിലും രൂപയുടെ വിനിമയ നിരക്ക് 88.15 ദുർബലമായതാണ് സ്വർണ്ണവില വീണ്ടും ഉയരാൻ കാരണം. അന്താരാഷ്ട്ര സ്വർണ്ണവില ഇന്നലെ $3,670 എത്തിയിരുന്നു. ആഗോള വിപണിയിൽ സ്പോട്ട് ഗോൾഡ് വിലയും റെക്കോർഡ് നിലവാരത്തിലാണ്. US-ലെ തൊഴിലില്ലായ്മ നിരക്കിലെ വർധനവാണ് സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നതെന്ന് കരുതുന്നു. 1925 ഒരു പവന്
13 രൂപ 75 പൈസ ഉണ്ടായിരുന്ന സ്വർണ്ണമാണ് ഒരു നൂറ്റാണ്ട് പിന്നിടുമ്പോൾ 81,040 രൂപയിൽ എത്തി നിൽക്കുന്നത്. ദീപാവലിയോടടുത്ത് സ്വർണ്ണവില ഗ്രാമിന് 12,000 രൂപ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അമൃത ന്യൂസ്, കൊച്ചി. കസ്റ്റഡി മർദ്ദന കേസുകളിൽ കുറ്റാരോപിതരായ പോലീസുകാരെ മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നുവെന്നാരോപിച്ച് കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിച്ചു. കസ്റ്റഡി മർദ്ദനത്തിൽ പ്രതികളായ എല്ലാ പോലീസുകാരെയും പിരിച്ചുവിടുക, പോലീസിലെ ക്രിമിനലുകളെ ജയിലിൽ അടയ്ക്കുക, ശുചിത്വത്തിന് നീതി ലഭ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. പോലീസ് സ്റ്റേഷനിലെ കസ്റ്റഡി മർദ്ദനത്തിൽ പ്രതികളായ എല്ലാ പോലീസുകാരെയും പിരിച്ചുവിടുക, പോലീസിലെ ക്രിമിനലുകളെ ജയിലിൽ അടയ്ക്കുക, ശുചിത്വത്തിന് നീതി ലഭ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സംസ്ഥാനത്തൊട്ടാകെ പോലീസ് സ്റ്റേഷനുകളിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചത്. കുന്നംകുളം പോലീസ് സ്റ്റേഷന് മുന്നിൽ നടന്ന പ്രതിഷേധ സദസ്സ് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കസ്റ്റഡി മർദ്ദന കേസുകളിൽ മുഖ്യമന്ത്രി പോലീസുകാരെ സംരക്ഷിക്കുന്നുവെന്നും പോലീസിലെ ക്രിമിനലുകളെ പുറത്താക്കണമെന്നും സണ്ണി ജോസഫ് ആവശ്യപ്പെട്ടു. രക്ഷാപ്രവർത്തനമാണോ? ശുചിത്തിനെതിരെ പിണറായി വിജയന്റെ പോലീസ് അഴിച്ചുവിട്ട ഈ നരനായാട്ടിനെ കേരളത്തിലെ മുഖ്യമന്ത്രി എങ്ങനെ കാണുന്നു? ഏതായാലും അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ശിക്ഷ നൽകി എന്ന ഒരു അത്ഭുതകരമായ വെളിപ്പെടുത്തലാണ് കഴിഞ്ഞ ദിവസം തൃശൂർ DIG നടത്തിയത്. എന്തായിരുന്നു ശിക്ഷ എന്നറിയണ്ടേ? അവർക്ക് സൗകര്യപ്രദമായ സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ കൊടുത്തു. തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷന് മുന്നിൽ നടന്ന സദസ്സ് മുതിർന്ന കോൺഗ്രസ് നേതാവ് K മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. മുഖ്യമന്ത്രിക്ക് താൻ കൈകാര്യം ചെയ്യുന്ന ഒരു വകുപ്പിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നില്ലെന്നും കേരള പോലീസിലെ ഈ കണ്ടകശനി പിണറായി വിജയനെയും കൊണ്ടേ പോവുകയുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു. ഈ 4 വിദ്വാന്മാരുടെ ഫോട്ടോ നിങ്ങളിവിടെ കാണിച്ചിട്ടുണ്ടല്ലോ. ഇപ്പൊ സസ്പെൻഷനിലാണ്, ശരി. പക്ഷേ ഇവരെ ഡിസ്മിസ് ചെയ്യുന്നവരെ ഈ സമരമായിട്ട് ഞങ്ങൾ മുന്നോട്ട്. ഇനി ഡിസ്മിസ് ചെയ്തില്ലെങ്കിൽ 8 മാസം കഴിഞ്ഞ് ഞങ്ങൾ വന്നാൽ ഡിസ്മിസ് ചെയ്യും എന്ന് വെച്ചാൽ 8 മാസം മിണ്ടാതിരിക്കുന്നു കരുതണ്ട. കുറെയൊക്കെ ശാന്തമായി കഴിഞ്ഞാൽ ഇവന്മാരെ വീണ്ടും അങ്ങ് പുറത്തിറക്കിയാലുണ്ടല്ലോ, ഞാൻ മറ്റൊന്നും പറയുന്നില്ല. നമ്മുടെ പ്രവർത്തകർ നല്ല ചുറുചുറുക്കുള്ള കുട്ടികളാണ്, അടിച്ച് കാലം കുടിക്കും. വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ നടന്ന പ്രതിഷേധം UDF കൺവീനർ അടൂർ പ്രകാശും, കിളിമാനൂരിൽ നടന്ന പ്രതിഷേധ സദസ്സ് രമേശ് ചെന്നിത്തലയും ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ച് MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്തു. പോലീസുകാർ ആത്മപരിശോധന നടത്തണമെന്ന് MK രാഘവൻ ആവശ്യപ്പെട്ടു. പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇടുക്കിയിൽ വിവിധ പോലീസ് സ്റ്റേഷനുകൾക്ക് മുൻപിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. കട്ടപ്പന പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിൽ നേരിയ സംഘർഷമുണ്ടായി. ജനകീയ പ്രതിഷേധ സദസ്സ് AICC അംഗം EM ആഗസ്തി ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. കുവൈറ്റിൽ പൊതുസ്ഥലങ്ങളിൽ വൃത്തിയും ചിട്ടയും നിലനിർത്തുന്നതിൻ്റെ ഭാഗമായി ഹവല്ലി ഗവർണറേറ്റിൽ മുനിസിപ്പാലിറ്റി നടത്തിയ പരിശോധനയിൽ വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി. നിയമങ്ങൾ ലംഘിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ നടപടിയെടുക്കാൻ ലക്ഷ്യമിട്ടുള്ള പരിശോധനയിൽ 24 പരസ്യ നിയമലംഘനങ്ങളും കണ്ടെത്തി. നിയമലംഘനങ്ങൾ നടത്തിയ കടകൾക്ക് പിഴ ചുമത്തുകയും തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. മുനിസിപ്പൽ മാനദണ്ഡങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിനായി നിയമലംഘകർക്കെതിരെ ആവശ്യമായ എല്ലാ നിയമ നടപടികളും സ്വീകരിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. കുവൈറ്റിലെ ഇന്ത്യൻ സ്ഥാനപതി ഡോക്ടർ ആദർശ് സ്വൈഗയെ കെനിയയിലെ അടുത്ത ഇന്ത്യൻ ഹൈക്കമ്മീഷണറായി നിയമിച്ചു. കഴിഞ്ഞ 2 വർഷത്തിലേറെയായി കുവൈറ്റിലെ ഇന്ത്യൻ സ്ഥാനപതിയായി സേവനം അനുഷ്ഠിക്കുന്ന ഡോക്ടർ ആദർശ് സ്വൈഗ സാമ്പത്തികം, വ്യാപാരം, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം എന്നീ രംഗങ്ങളിൽ ഇന്ത്യയും കുവൈറ്റും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നതിൽ നിർണായകമായ പങ്കാണ് വഹിച്ചത്. 2 പതിറ്റാണ്ടിലേറെയായി നയതന്ത്ര രംഗത്തെ പരിചയമുള്ള ഡോക്ടർ സ്വൈഗ ഫ്രാൻസ്, അമേരിക്ക, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിലെ ഇന്ത്യൻ ദൗത്യങ്ങളിലും ന്യൂഡൽഹിയിലെ വിദേശകാര്യ മന്ത്രാലയത്തിലെ ഉയർന്ന സ്ഥാനങ്ങളിലും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. നൈറോബിയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ നിയമനം ഇന്ത്യ കെനിയ ബന്ധങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സൗദിയുടെ തലസ്ഥാന നഗരിയായ റിയാദിൽ ഐക്യരാഷ്ട്രസഭയുടെ വിദ്യാഭ്യാസ ശാസ്ത്ര സാംസ്കാരിക സംഘടന യുനെസ്കോ സംവാദത്തിനും സമാധാനത്തിനുമായി ഒരു ആഗോള കേന്ദ്രം ഉടൻ തുറക്കുമെന്ന് കിങ് അബ്ദുൾ സെൻറ്റർ ഫോർ കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ സെക്രട്ടറി ഡോക്ടർ അബ്ദുള്ള അൽഫൈൻസാൻ വ്യക്തമാക്കി. ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്ന ഈ കേന്ദ്രം രാജ്യത്തിനും സിവിൽ സൊസൈറ്റി സ്ഥാപനത്തിനും ശക്തിയായി പ്രവർത്തിക്കുമെന്ന് അൽഫൈൻസാൻ പറഞ്ഞു. ലോക റെക്കോർഡ് നേടിയ കാലിഗ്രഫി ശൈലിയിൽ എഴുതിയ ഖുറാൻ പാലക്കാട് സ്വദേശി ചതിയിലൂടെ കൈവശപ്പെടുത്തിയെന്നും മറിച്ച് വിറ്റു എന്നുമുള്ള ആരോപണവുമായി ദുബായിലെ മലയാളി കലാകാരൻ ആർട്ടിസ്റ്റ് മുഹമ്മദ് ദിലീഫാണ് ആലത്തൂർ സ്വദേശി
ഷംദീർ വടഗിരിയാലിനെതിരെ ആരോപണവുമായി രംഗത്തെത്തിയത്. മ്യൂസിയം പോലെയുള്ള പ്രധാന ഇടങ്ങളിൽ പ്രദർശിപ്പിക്കുന്നതിനായി ദുബായിലെ സർക്കാർ തലത്തിലുള്ളവർക്ക് കൈമാറാമെന്ന് പറഞ്ഞാണ് ജംഷീർ ഖുർആൻ വാങ്ങിയെടുത്തതെന്ന് മുഹമ്മദ് ദിലീഫ് പറയുന്നു. എന്നാൽ 24 ലക്ഷം രൂപ വാങ്ങി ഇത് പിന്നീട് മറ്റൊരാൾക്ക് വിറ്റതായി അറിയാൻ കഴിഞ്ഞെന്നും മുഹമ്മദ് ദിലീഫ് പറഞ്ഞു. പാലക്കാട് ജില്ലാ പോലീസ് മേധാവിക്ക് ഇക്കാര്യത്തിൽ പരാതി നൽകിയിട്ടുണ്ട്. ദുബായിലും നിയമ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മൂന്ന് വർഷമെടുത്ത് ഞാൻ കൈകൊണ്ട് എഴുതിയ ലോകത്തിലെ ഏറ്റവും നീളം കൂറിയ കഴിയെഴുത്ത് ഖുർആൻ കാലിഗ്രാഫി ഇപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. 10 മാസങ്ങൾക്ക് മുമ്പ് ജംഷീർ വടകരയിൽ എന്ന എൻ്റെ സുഹൃത്തായിരുന്ന അദ്ദേഹം ഈ ഖുർആനെ ഉന്നതങ്ങളിലേക്കും എത്തിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കയ്യിൽ നിന്ന് ഈ ഖുർആൻ വാങ്ങുകയും 10 മാസമായിട്ട് ഇതുവരെ എനിക്ക് ഖുർആനോ മറ്റെത്തിക്കൽ വ്യക്തികളോ ഒന്നും നടന്നിട്ടില്ല. ഞാൻ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു. അതേപോലെ പാലക്കാട് SP-ക്കും പരാതി കൊടുക്കുന്നുണ്ട്. നിയമപരമായിട്ട് ഇവിടെയും ഞാൻ പരാതിയായിട്ട് മുന്നോട്ട് പോവുകയാണ്. പ്രമുഖ സ്വർണ്ണാഭരണ വ്യാപാര ശൃംഖലയായ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ പുതിയ ഷോറൂമുകൾ UK-യിൽ തുറന്നു. ബോളിവുഡ് നടിയും മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ ബ്രാൻഡ് അംബാസഡറുമായ കരീന കപൂർ ഖാനാണ് ബർമിംഗ്ഹാമിലും സൗത്താളിലും പുതിയ ഷോറൂമുകൾ ഉദ്ഘാടനം ചെയ്തത്. മലബാർ ഗ്രൂപ്പ് ചെയർമാൻ MP അഹമ്മദ്, വൈസ് ചെയർമാൻ KP അബ്ദുൽ സലാം, ഇന്റർനാഷണൽ ഓപ്പറേഷൻസ് MD ഷംലാൽ അഹമ്മദ്, സീനിയർ ഡയറക്ടർ C മൈൻകുട്ടി എന്നിവർ ഉൾപ്പെടെ പ്രമുഖർ ചടങ്ങിൽ സംബന്ധിച്ചു. 13 രാജ്യങ്ങളിലായി 400-ലേറെ ഷോറൂമുകളാണ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനുള്ളത്. UK-യിൽ നിലവിലുള്ള 4 ഷോറൂമുകൾക്ക് പുറമെ സാന്നിധ്യം കൂടുതൽ വർദ്ധിപ്പിക്കുമെന്നും മലബാർ ഗോൾഡ് ആൻഡ് മാനേജ്മെൻറ്റ് അറിയിച്ചു. സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി CPI സംസ്ഥാന സമ്മേളനം. രാഷ്ട്രീയ പ്രവർത്തന റിപ്പോർട്ടുകളിൽ സർക്കാരിൻ്റെ പോരായ്മകൾ ചൂണ്ടിക്കാട്ടി വിമർശനമുണ്ടായി. BJP-യുടെ വളർച്ച ആശ്ചര്യപ്പെടുത്തുന്നുവെന്നും BJP-യെ നേരിടാൻ ഇടതുപക്ഷ ഐക്യം അനിവാര്യമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഡൽഹി കലാപക്കേസിൽ പ്രതിയായ JNU മുൻ വിദ്യാർത്ഥി നേതാവ് ഉമർ ഖാലിദ് സുപ്രീംകോടതിയിൽ ജാമ്യാപേക്ഷ നൽകി. ഹൈക്കോടതി ജാമ്യാപേക്ഷ തള്ളിയ പശ്ചാത്തലത്തിലാണ് ഉമർ ഖാലിദ് സുപ്രീംകോടതിയെ സമീപിച്ചത്. നേരത്തെ ഷർജീൽ ഇമാമും സുപ്രീംകോടതിയെ സമീപിച്ചിരുന്നു. ഈ മാസം 2-ാം തീയതിയാണ് കലാപത്തിൽ ഉൾപ്പെട്ട 9 പേരുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയത്. ജസ്റ്റിസ് നവീൻ ചൗള അധ്യക്ഷനായ ബെഞ്ചിൻ്റേതായിരുന്നു നടപടി. അറസ്റ്റിലായി 5 വർഷത്തിന് ശേഷമാണ് ജാമ്യാപേക്ഷയിൽ കോടതി അന്ന് വിധി പറഞ്ഞത്. പ്രതികൾക്കെതിരെ UAPA ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക ആരോപണ കേസിൽ ക്രൈംബ്രാഞ്ച് നിയമോപദേശം തേടുന്നു. ആരോപണം ഉന്നയിച്ചവർ രേഖാമൂലം പരാതി നൽകാൻ തയ്യാറാകുന്നില്ല. ഈ സാഹചര്യത്തിൽ ആരോപണം ഉന്നയിച്ചവരെ സാക്ഷികളാക്കണോ പരാതിക്കാരാക്കണോ എന്നതിൽ ക്രൈംബ്രാഞ്ച് ആശയക്കുഴപ്പത്തിലാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉന്നയിച്ചവർ ആരും തന്നെ പരാതിയുമായി രംഗത്ത് വരാത്തത് അന്വേഷണ സംഘത്തിന് തലവേദനയാണ്. കേസുമായി മുന്നോട്ടു പോകാൻ താല്പര്യമില്ല എന്നാണ് ഓരോരുത്തരും നിലപാട് വ്യക്തമാക്കുന്നത്. രാഹുലിനെതിരെ ആദ്യമായി രംഗത്ത് വന്ന യുവനടിയാകട്ടെ തന്റെ കൈവശമുള്ള വാട്സാപ്പ് ചാറ്റ് ഉൾപ്പെടെയുള്ള തെളിവുകൾ അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട്. എന്നാൽ നിയമപരമായി മുന്നോട്ടു പോകാനില്ല എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. സമാനമായ രീതിയിൽ തന്നെയാണ് ട്രാൻസ്ജെൻഡർ സമൂഹത്തിൽപ്പെടുന്ന അവന്തികയുടെയും നിലപാട്. ഈ ഘട്ടത്തിൽ ആരോപണം ഉന്നയിച്ചവരെ സാക്ഷികളാക്കണമോ പരാതിക്കാരാക്കണമോ എന്നതിൽ ക്രൈംബ്രാഞ്ച് ആശയക്കുഴപ്പത്തിലാണ്. ഇക്കാര്യത്തിൽ വിദഗ്ധരോട് നിയമോപദേശം തേടുകയാണ് ക്രൈംബ്രാഞ്ച്. ആരോപണം ഉന്നയിച്ചവരെ സാക്ഷികളാക്കിയാൽ കേസ് ബലപ്പെടുമോ എന്ന സംശയവും ഉദ്യോഗസ്ഥർക്കുണ്ട്. മാത്രവുമല്ല, രാഹുലിനെ അനുകൂലിച്ച് പാർട്ടിയിൽ നിന്ന് തന്നെ വനിതാ നേതാവ് മൊഴി നൽകിയിട്ടുണ്ട്. കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പ് തർക്കത്തിന്റെ ഭാഗമായി ആസൂത്രണം ചെയ്തതാണ് ആരോപണങ്ങളെന്നാണ് വനിതാ നേതാവ് ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകിയത്. ഏത് രീതിയിൽ കേസ് മുന്നോട്ടു പോകണമെന്നതിൽ ഇപ്പോഴും വ്യക്തമായ തീരുമാനത്തിലെത്താൻ ക്രൈംബ്രാഞ്ച് സംഘത്തിന് കഴിഞ്ഞിട്ടുമില്ല. അമൃത ന്യൂസ്, തിരുവനന്തപുരം. എയ്ഡഡ് സ്കൂളുകളിലും അധ്യാപകർക്ക് യോഗ്യതാ പരീക്ഷ വേണമെന്ന വിലയിരുത്തലുമായി വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി. ഇക്കാര്യം പരിഗണനയിലാണെന്നും മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. എന്നാൽ ഇക്കാര്യം ചർച്ചയായതോടെ പോസ്റ്റ് പിൻവലിച്ച മന്ത്രി താൻ ഉദ്ദേശിച്ചത് കേടെക് യോഗ്യതാ പരീക്ഷയാണെന്ന് വിശദീകരിക്കുകയും ചെയ്തു. എയ്ഡഡ് മേഖലയിലെ അധ്യാപകരെ നിയമിക്കുമ്പോൾ യോഗ്യതാ പരീക്ഷ നടപ്പാക്കണമെന്ന ആശയമാണ് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി മുന്നോട്ട് വെച്ചത്. അധ്യാപകരുടെ നിയമനാധികാരി മാനേജ്മെന്റുകളാണെങ്കിലും ഒരു യോഗ്യതാ പരീക്ഷ നടത്തുന്ന കാര്യം സർക്കാരിന്റെ പരിഗണനയിലാണ് എന്ന ആശയം ഫേസ്ബുക്കിലൂടെയാണ് മന്ത്രി മുന്നോട്ട് വെച്ചത്. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഉറപ്പുവരുത്താൻ ഇത് ഉപകരിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. എയ്ഡഡ് മാനേജ്മെന്റ് മേഖലയിൽ സർക്കാർ നിയന്ത്രണം എന്നത് എത്ര കണ്ട് പ്രായോഗികവും പ്രാവർത്തികവുമാണ് എന്ന് ഇക്കാലം അത്രയും കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്.
മാറി മാറി ഭരിച്ച ഓരോ സർക്കാരുകളും ഈ മേഖലയിൽ നിയന്ത്രണം കൊണ്ടുവരാനും പരിഷ്കരണ ശുപാർശകൾ നടപ്പാക്കാനും ശ്രമിച്ചപ്പോഴൊക്കെ കൈപ്പൊള്ളിയിട്ടുണ്ട്. ഖാദർ കമ്മിറ്റിയും UR അനന്തമൂർത്തി കമ്മീഷനുമൊക്കെ പല വേളകളിൽ എയ്ഡഡ് മാനേജ്മെന്റ് രംഗത്തെ പരിഷ്കരണ നിർദ്ദേശങ്ങൾ സർക്കാരുകൾക്ക് സമർപ്പിച്ചിട്ടുമുണ്ട്. എന്നാൽ വോട്ട് ബാങ്കായിരിക്കുന്ന സമുദായങ്ങൾ നിയന്ത്രിക്കുന്ന എയ്ഡഡ് മേഖലയെ പരിഷ്കരിക്കുക എന്നത് അസാധ്യമാണ് എന്ന തിരിച്ചറിവിൽ ഒന്നും നടപ്പാക്കാൻ സർക്കാരുകൾ മുതിർന്നിട്ടുമില്ല. ഇവിടെയാണ് മന്ത്രി V ശിവൻകുട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ചർച്ചയായത്. ചർച്ചാ വിവാദത്തിന് തിരികൊളുത്തും മുമ്പ് തന്നെ പോസ്റ്റ് പിൻവലിച്ച മന്ത്രി തന്റെ നിലപാടിൽ വ്യക്തത വരുത്തുകയും ചെയ്തു. താൻ ഉദ്ദേശിച്ചത് KTET പരീക്ഷയാണെന്നും ഇത് എല്ലായിടത്തും ബാധകമാണെന്നും മന്ത്രി വിശദീകരിച്ചു. മറ്റു വിഷയങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടതില്ല എന്നാണ് മന്ത്രിയുടെ നിലപാട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കേരള സർവകലാശാല രജിസ്ട്രാർ KS അനിൽകുമാറിന്റെ സസ്പെൻഷൻ നിലനിർത്തിയ ഹൈക്കോടതി ഉത്തരവ് വന്നതോടെ രജിസ്ട്രാർ VC തർക്കം കൂടുതൽ സങ്കീർണമാകുന്നു. സിൻഡിക്കേറ്റ് ചേർന്ന് തീരുമാനമെടുക്കാമെന്നാണ് കോടതിയുടെ നിർദ്ദേശം. എന്നാൽ 2 മാസം കഴിഞ്ഞ് മാത്രമേ സിൻഡിക്കേറ്റ് ചേരുകയുള്ളൂ എന്ന നിലപാടിലാണ് VC. കേരള സർവകലാശാലയിൽ മാസങ്ങളായി നീണ്ടു നിൽക്കുന്ന VC രജിസ്ട്രാർ തർക്കം ഉടനെയൊന്നും പരിഹാരമാകില്ല എന്നാണ് സൂചന. രജിസ്ട്രാർ KS അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്ത VCയുടെ നടപടി ചോദ്യം ചെയ്ത് ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിലാണ് സസ്പെൻഷൻ നിലനിർത്തിയുള്ള ഉത്തരവ് വന്നിരിക്കുന്നത്. രജിസ്ട്രാറുടെ നിയമനാധികാരി VC ആണോ സിൻഡിക്കേറ്റ് ആണോ എന്നതിൽ വ്യക്തത വരുത്താൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. എന്നാൽ സസ്പെൻഷൻ കാര്യത്തിൽ സിൻഡിക്കേറ്റ് ചേർന്ന് തീരുമാനിക്കാമെന്നാണ് കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത്. പക്ഷേ സിൻഡിക്കേറ്റ് വിളിക്കേണ്ടത് VC ആണ്. ഉടൻ സിൻഡിക്കേറ്റ് ചേരണമെന്ന ഇടതംഗങ്ങൾ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും VC മോഹനൻ കുന്നുമ്മൽ വഴങ്ങുന്നില്ല. കഴിഞ്ഞ ദിവസം ചേർന്ന സിൻഡിക്കേറ്റ് യോഗത്തിലെ മിനിറ്റ്സ് തിരുത്തിയെന്നാരോപിച്ച് VCക്കെതിരെ ഇടത് സിൻഡിക്കേറ്റ് അംഗം പോലീസിൽ കേസ് നൽകിയിട്ടുണ്ട്. മിനി കാപ്പിനെ താൽക്കാലിക രജിസ്ട്രാർ ചുമതലയിൽ നിന്ന് മാറ്റി സമവായമുണ്ടായെങ്കിലും പക്ഷേ പോലീസ് കേസ് വന്നതോടെ വീണ്ടും ഭിന്നത രൂക്ഷമായി. 2 മാസത്തിലൊരിക്കൽ സിൻഡിക്കേറ്റ് ചേർന്നാൽ മതിയെന്നാണ് നിയമം. അതുകൊണ്ട് തന്നെ ഇനി 2 മാസം കഴിഞ്ഞ് മാത്രമേ സിൻഡിക്കേറ്റ് ചേരുകയുള്ളൂ എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് VC. അതുവരെയും KS അനിൽകുമാറിന്റെ സസ്പെൻഷൻ തുടരുകയും ചെയ്യും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ബലാത്സംഗ കേസിൽ റാപ്പർ വേടനെ അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചു. തൃക്കാക്കര പോലീസാണ് വേടനെ അറസ്റ്റ് ചെയ്തത്. തൃക്കാക്കര SP-യുടെ നേതൃത്വത്തിലുള്ള ചോദ്യം ചെയ്യലിന് പിന്നാലെയായിരുന്നു അറസ്റ്റ്. അതിനിടെ വേടനെ പുറത്തിറക്കണമെന്ന് ആവശ്യപ്പെട്ട് പോലീസ് സ്റ്റേഷന് മുമ്പിൽ ബഹളം വെച്ച 2 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. യുവ ഡോക്ടറുടെ പരാതിയിലാണ് റാപ്പർ വേടന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇന്നലെയും ഇന്നുമായി നടന്ന ചോദ്യം ചെയ്യലിനൊടുവിലാണ് അറസ്റ്റ്. എന്നാൽ ഈ കേസിൽ കോടതി നേരത്തെ മുൻകൂർ ജാമ്യം നൽകിയിരുന്നു. 1 ലക്ഷം രൂപയും 2 ആൾ ജാമ്യവുമാണ് വ്യവസ്ഥ. വിവാഹ വാഗ്ദാനം നൽകി 5 തവണ പീഡിപ്പിച്ചെന്നായിരുന്നു വേടനെതിരായ യുവ ഡോക്ടറുടെ പരാതി. 31,000 രൂപയും വേടൻ വാങ്ങിയതായി പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. ചോദ്യം ചെയ്യൽ പൂർത്തിയായതിനു ശേഷം വൈകിട്ടാണ് വേടനെ വിട്ടയച്ചത്. അതിനിടെ വേടനെ പുറത്തിറക്കണമെന്നാവശ്യപ്പെട്ട് 2 യുവാക്കൾ തൃക്കാക്കര പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധിച്ചു. മദ്യലഹരിയിലായിരുന്നു യുവാക്കൾ. ഇരുവരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അമൃത ന്യൂസ്, കൊച്ചി. കായിക വാർത്തകൾ നോക്കാം. ഏഷ്യ കപ്പിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യക്ക് ജയം. UAE-ക്കെതിരെ 9 വിക്കറ്റിനാണ് ഇന്ത്യയുടെ ജയം. 4.3 ഓവറിൽ ഇന്ത്യ 1 വിക്കറ്റ് നഷ്ടത്തിലാണ് ലക്ഷ്യം നേടിയത്. ടോസ് നഷ്ടമായി ആദ്യം ബാറ്റിംഗിനിറങ്ങിയ UAE 13.1 ഓവറിൽ 57 റൺസിന് പുറത്താക്കി. സ്പിന്നർ കുൽദീപ് യാദവ് 4 വിക്കറ്റുമായി തിളങ്ങി. ശിവം ദുബെ 3 വിക്കറ്റ് സ്വന്തമാക്കിയപ്പോൾ ബുംറ, അക്സർ പട്ടേൽ, വരുൺ ചക്രവർത്തി എന്നിവർ ഓരോ വിക്കറ്റ് വീതമെടുത്തു. 22 റൺസ് എടുത്ത UAE മലയാളി ഓപ്പണർ അലിഷാൻ ഷറഫുവാണ് ടോപ്പ് സ്കോർ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകും. കൂടുതൽ വാർത്തയ്ക്കായി അമൃത ന്യൂസ് യൂട്യൂബ് കാണുക.